നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് എന്താണ് നിങ്ങളോട് ഈ ഒരു ടൈമിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ തന്നെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കല്ലേ. എപ്പോഴും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളത് ചെയ്യുക. ഒരിക്കലും നിങ്ങളിങ്ങനെ അത് ചെയ്താൽ എങ്ങനെയാകും, അല്ലെങ്കിൽ എപ്പോഴും എന്താ ഒരു ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കാതെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോൾ, ആ ഒരു ഗോളിൽ ഫോക്കസ് ആവാനായിട്ടാണ് നിങ്ങളുടെ ആൻസിസ്റ്റർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു പ്രസൻ്റ്ലി നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. മേ ബി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ ഫാദർ ആയിരിക്കും, അല്ലെങ്കിൽ മദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം. മേ ബി നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളല്ലേ നിങ്ങളുടെ ഓൾ ആൻസിസ്റ്റേഴ്സ്, നിങ്ങളുടെ എല്ലാ ജന്മത്തിലുള്ള ആൻസിസ്റ്റേഴ്സ്. എന്തായാലും അവർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല സമയം വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടേതായിട്ടുള്ള ഡ്രീംസിനെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആവുന്നില്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ ലൈഫിൽ മാത്രം ഒരു ചേഞ്ച് കൊണ്ടുവരുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ലെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ്. നിങ്ങൾ ആൻസിസ്റ്റേഴ്സ് അതാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പലപ്പോഴും നിങ്ങൾ മേ ബി നിങ്ങളുടെ ഓവർ തിങ്കിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. നിങ്ങളിങ്ങനെ എപ്പോഴും എന്താ പറയുക, എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ തന്നെ ഓരോരോ കുരുക്കിൽ പോയി സ്വന്തമായിട്ട് പോയി ചാടുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ അത് ദൈവമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കുരുക്കുകൾ ഉണ്ടാക്കി വെക്കുന്നതല്ല. അപ്പം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന മിസ്റ്റേക്സ് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അലസത കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന് അവെയർനെസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സാക്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫേവറിലേക്ക് ലക്കിനെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്നാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിലും നിങ്ങൾ എടുത്തു ചാടാതിരിക്കുക. നിങ്ങൾക്കൊരു എടുത്തുചാട്ടം ഉണ്ടായിരിക്കും, ക്ഷമ ഒട്ടും ഉണ്ടാവില്ല പല കാര്യങ്ങളിലും. എന്തെങ്കിലും ഇപ്പോൾ ഒരു കരിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻ ആയിക്കോട്ടെ, ഓവറോൾ എന്ത് ലൈഫിലെ എനർജീസ് ആണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും എടുത്തുചാട്ടമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ആണെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നിങ്ങളൊന്നും ആരോടും ആലോചിക്കാതെ എടുത്ത് ചാടിയായിരിക്കും. അതൊക്കെ മാറ്റാനായിട്ടാണ് പറഞ്ഞത്. പേഷ്യൻസോട് കൂടി ഇരിക്കുക, ലേൺ പേഷ്യൻസ് ആയിട്ട് ലേൺ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫേവറിലെ ടൈം